ഹലോ ഓൾ സൂപ്പർ നോട്ട്സ് പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഫോഴ്സ് ലെവൽ എക്സാംസ് നോക്കുന്നവർക്കൊരു സുവർണ അവസരം വീണ്ടും വന്നിരിക്കുകയാണ്. ഫയർമാൻ്റെ നോട്ടിഫിക്കേഷൻ ഒപ്പം തന്നെ മലപ്പുറം ജില്ല നമുക്ക് ഞാൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മലപ്പുറം ജില്ലയിലേക്ക് ഫയർ വിമൺ നോട്ടിഫിക്കേഷനും PSC പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ആസ് യൂഷ്വൽ ജനുവരി തന്നെയായിരിക്കും ഇതിൻ്റെ എൻഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം കൂടെ വരുന്നത്. എല്ലാവരും കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഫോഴ്സ് ലെവൽ നോക്കുന്ന എല്ലാവരും തുടങ്ങിക്കോ. 2025 ഫോഴ്സ് ലെവൽ എക്സാംസ് എല്ലാം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. CPO ഡ്രൈവർ വരുമെന്ന് പറഞ്ഞു, CPO ആവുന്നുണ്ട്, ഫയർമാൻ ആവുന്നുണ്ട്, ഡിഗ്രി തലത്തിലേക്ക് SI വരുന്നുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, ജയിലർ വരുന്നുണ്ട്. യൂണിഫോമിനടുത്ത് ഒബ്സഷനുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി PSC തുരുതുരാ നോട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിലെ 9ലും 10ലും ഫയർമാൻ ഡ്രൈവറും ഫയർമാൻ ട്രെയിനിയും ഇത് രണ്ടും വരുന്നുണ്ട്. മാത്രമല്ല സിവിൽ എക്സൈസ് ഓഫീസർ വരാൻ കിടപ്പുണ്ട്. ഒരുപാട് ഫോഴ്സ് ലെവൽ കൃത്യമായിട്ട് പഠിച്ചോ. കൃത്യമായിട്ട് ഫോഴ്സ് ലെവൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണാവസരം 2025 നിങ്ങൾക്ക് മാക്സിമം ഫോഴ്സ് ലെവലുള്ള എക്സാംസ് എല്ലാം തന്നെ എഴുതാൻ പറ്റുമെന്നാണ് നമുക്കിതുവഴി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഈ അവസരം ഒരു കാരണവശാലും പാഴാക്കരുത്. കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫയർമാൻ്റെ കട്ട് ഓഫ് ഏകദേശം 57 മാർക്കും ഇതിന് മുമ്പ് നടന്ന ഫയർമാൻ്റെ കട്ട് ഓഫ് ഏകദേശം 60 മാർക്കോളം ആയിരുന്നു ഈ രണ്ട് കട്ട് ഓഫ്. അപ്പോൾ ആലോചിക്കുക, ഇതൊരു സംസ്ഥാനതല ലിസ്റ്റാണ്. ഓൾറെഡി ഇവിടെ ഉണ്ട് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം എന്ന് കിടക്കുന്നതിനുണ്ട്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ കട്ട് ഓഫ് കൂടുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത്. ദയവ് ഇത് പഠിക്കാതിരിക്കരുത്. ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് തന്നെയാണ് ആൾക്കാരെല്ലാം ലിസ്റ്റിൽ വരുന്നത് ജോലി വാങ്ങിക്കുന്നത്. ഓക്കെ, അവരും പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ സാധനത്തിലോട്ട് കയറി വന്നുള്ളൂ. അവരെല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും കിട്ടും. കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയർമാൻ, പോലീസ് അടുത്തടുത്ത വർഷങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അഡ്വൈസ് വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. എല്ലാ ഫോഴ്സ് പരീക്ഷയിലെയും പോലെ തന്നെ ഇവിടെയും ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കിടപ്പുണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ കൂടുതലായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിനകത്തുള്ള ഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, അതിൻ്റെ ഇഞ്ചുറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, പിന്നെ IT ആക്ട് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 18 മാർക്കോളം ഫയർ, 2 മാർക്ക് IT ആക്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫയർമാൻ ആവാൻ പറ്റും. പിന്നെ അറിയാം ഇതൊരു ഫോഴ്സ് ലെവൽ എക്സാം ആയതുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ഫയർമാനെ സംബന്ധിച്ചിടത്തോളം 2 ലെവലാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ആസ് യൂഷ്വൽ 1 സ്റ്റാർ ഫിസിക്കൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് ടെസ്റ്റ് കൂടെ ഉണ്ട്. ഇത് രണ്ടും പാസ്സായാൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. മാക്സിമം റാങ്ക് ലിസ്റ്റിൽ താഴെ വരാൻ നോക്കരുത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ താഴെ വരാനായിട്ട് നോക്കരുത്. ഫോഴ്സ് ലെവൽ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഏറ്റവും മുകളിൽ തന്നെ പറയേണ്ട ഫോഴ്സൊക്കെ ഒബ്സസ്ഡ് ആയിട്ട് ഒരുപാട് പിള്ളേർ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഫോഴ്സിലോട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിലെ കോമ്പറ്റീഷൻ നിങ്ങൾ വിട്ടേക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്തു വാ. കൃത്യമായ രീതിയിൽ ഇത് പഠിക്കുക. നല്ല രീതിയിൽ മാക്സിമം PQ കാര്യങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റി, എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഈ 60 കട്ട് ഓഫ് 57 കട്ട് ഓഫ് ഇത് കണ്ട് ആരും പുറകോട്ട് കൊണ്ട് ആവശ്യമില്ല. കൃത്യമായിട്ട് മുന്നോട്ട് തന്നെ വരിക. ഫയർമാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫയർമാൻ ആവാം, അല്ലെങ്കിൽ എക്സൈസ് ഓഫീസർ ആവാം, അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ആവാം, SI ആവാം. നിങ്ങളുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് വന്ന് ജോലി ആദ്യം തന്നെ വാങ്ങിച്ചു പോകാനായിട്ട് പറ്റും. നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഫയർമാൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച്, അപ്പം ബാക്കി ജനറൽ ടോപ്പിക്സ് ഇല്ലെന്ന് വെച്ചാൽ ജനറൽ ടോപ്പിക്സിന് ഓൾറെഡി +2 ലെവൽ ബാച്ച് ഉണ്ട്. പക്ഷേ ഫയർമാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ 20 മാർക്ക് ഫോക്കസ് ചെയ്തൊരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ പരിവപ്പെടുത്തി കൊണ്ടുവരികയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ വരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഇത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഡിസംബർ മാസം പകുതിയോടുകൂടി ഇത് സൈറ്റിൽ ലൈവ് ആവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. മറന്നു പോകരുത്. ഫോഴ്സ് ലെവലിലെ ഇമ്പോർട്ടൻ്റ് എക്സാംസിൽ ഒന്നാണ് ഫയർമാൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ എക്സാം അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, പഠിക്കുക, പരീക്ഷ എഴുതുക, പാസ്സാവുക, ഫിസിക്കൽ അടിക്കുക, നീന്തലടിക്കുക, ജോലി വാങ്ങിക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ട് രീതിയിൽ വ്യക്തമായ രീതിയിൽ ഇതിൻ്റെ വീഡിയോസ്, മറ്റു കാര്യങ്ങൾ, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയായിരിക്കും എന്നുള്ള, ബാച്ച് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വരും. ഇത് ജസ്റ്റ് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി മാത്രം വന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഫോഴ്സിൻ്റെ ഒരു കാലമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ.
താങ്ക് യു ഓൾ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. കൃത്യമായ രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫോഴ്സ് ലെവൽ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം മുന്നോട്ട് കയറി വന്നു, ഒന്നും ശങ്കിക്കേണ്ട, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം ഒരു 16+ഓ 17+ഓ ഒക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ റാങ്ക് ഏറ്റവും മുകളിൽ പോകും. കൃത്യമായിട്ട് ആലോചിക്കുക. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ റാങ്ക്, നല്ലൊരു ജോലി, സ്വപ്നം കണ്ട് ഫോഴ്സ് സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും കയറി വന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വരും സെഷൻസിൽ കാണാം. ഓക്കെ, താങ്ക് യു.